ഹായ് ഗേസ്, ഇത് ഞാൻ കണ്ട കാഴ്ച തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തു നിന്നാണ്. ഇവർ ഈ ചുട്ട വെയിലത്ത് നിന്നിട്ട് പൂക്കൾ വിൽക്കണം. ഓണത്തിന് അത്തം പിറന്നോട് കൂടിയിട്ട് അത്തപ്പൂക്കളം ഇടാനുള്ള വ്യത്യസ്തമായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള പൂക്കളാണ് കേട്ടോ. നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ ഈ പാവപ്പെട്ട ആളുകളെ മാതിരി ആരും ശ്രദ്ധിക്കാതെ പോകുന്ന തെരുവ് കച്ചവടക്കാർ, ചെറിയ കടക്കാർ, അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അവർക്കൊരു സഹായം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുടെ അടുത്ത് ജമന്തി, മുല്ല, വാടാപ്പൂ അങ്ങനെ വ്യത്യസ്തതരം പൂക്കളുണ്ട്. അതിനടുത്തേക്ക് എത്തുമ്പോൾ തന്നെ നല്ല മണം, അതൊരു ഫ്രഷ്നെസ്സിൻ്റെ മണം അവിടെ നമുക്ക് കിട്ടും. ഒരു മഞ്ഞുണ്ട്, ഓറഞ്ച് ഉണ്ട്, എല്ലാം മല്ലിക, ജമന്തി, ഇതെല്ലാ പൂക്കളും അവരുടെ അടുത്തുണ്ട്. പ്രാവശ്യം കോളേജുകളിലൊന്നും അധികം മത്സരങ്ങളില്ലാത്തതുകൊണ്ട് അവർക്ക് കച്ചവടം പൊതുവേ കുറവാണെന്നാണ് തോന്നുന്നത്. എങ്കിലും നമ്മൾ എല്ലാ സ്ഥാപനക്കാരും അവരുടെ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ പൂക്കൾ ഒരുക്കുന്നതുകൊണ്ടും വലിയ പൂക്കളം, മെഗാ പൂക്കളങ്ങൾ ഒരുക്കുന്നുണ്ട് ഇപ്പോൾ പലയിടത്തും. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതിന് വേണ്ടി ഇവരുടെ അടുത്തുനിന്ന് കുറേ പൂക്കൾ പലരും വാങ്ങിച്ചു കൊണ്ടുവന്നു നമുക്കിവിടെ ഇരുന്ന് തന്നെ കാണാം. പക്ഷെ അവർ ആ നല്ല വെയിലത്തും പൊടിയുള്ള റോഡ് സൈഡിൽ നിന്നിട്ടാണ് ഈ വെയിലത്ത് കച്ചവടം ചെയ്യുന്നത്. ആരെങ്കിലുമൊക്കെ ഇതുപോലെ 50 രൂപ, 100 രൂപ, ചിലർ വീട്ടിലേക്ക് ഒരു 30 രൂപക്കൊക്കെ ചെറിയ ഒരു പാക്കറ്റായിട്ടൊക്കെയാണ് പൂക്കൾ വാങ്ങിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ കിട്ടുന്ന ആ ഒരു എമൗണ്ട് കൊണ്ട് വേണം അവർക്ക് ഈ കച്ചവടം മുതലാവാൻ. അതിപ്പോൾ പൂക്കൾ എടുക്കുന്നിടത്തും നല്ല വിലയാണ്. ആദ്യത്തെ പോലെ ഒന്നും പൂക്കൾ അധികം വിറ്റ് പോകുന്നില്ല. കേരളത്തിൽ തന്നെ ഒട്ടുമിക്ക പാടങ്ങളിലും പറമ്പുകളിലായിട്ട് ഇപ്പോൾ ഓണം കണക്കാക്കിയിട്ട് കുടുംബശ്രീൻ്റെ അതുപോലെ പല സംഘടനകളായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് പൂക്കൾ. ഒരു കിലോക്ക് ഇത്ര രൂപ എന്ന നിരക്കിലാണ് അവർ പൂക്കൾ വിൽക്കുന്നത്. അത് കൂടാതെ തന്നെ പിന്നെ ഒരു കവറിൽ നിറച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കവറിന് ഇത്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ ആളുകൾ സൈഡിലൊക്കെ പന്തൽ കെട്ടിയിട്ട് ആണ് വിൽക്കുന്നത്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തലൊന്നുമില്ല, ഒരു ഷീറ്റ് വിരിച്ചുകൊണ്ട് ആ ഷീറ്റിൽ ഇതുപോലെ പെട്ടിന് മുകളിലായിട്ടും ഷീറ്റിൽ പരത്തിയിട്ടൊക്കെയാണ് വെക്കുന്നത്. ഇവരൊക്കെ ഒന്ന് കണ്ടാൽ സഹായിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.